അത്ര വലിയ ആൾക്കൂട്ടം. അതിലെല്ലാവർക്കും രാമചന്ദ്രനെ അറിയാവുന്നവരാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അറിയാത്ത ഒരു പിടി ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, പ്രായമുള്ളവർ, അവരൊക്കെ അവരുടെ അവശതകൾ മറ്റുമൊക്കെ മാറ്റിവെച്ച് ഇവിടെ വന്നത് ഒരു പ്രഖ്യാപനം കൂടിയാണ് എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ആ കുടുംബത്തിന്റെ വേദന ഞങ്ങളുടെ കൂടിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ കുടുംബത്തോടൊപ്പം ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനം തന്നെയാണ് ഓരോരുത്തരും നടത്തിയത്. അതിന്റെ ഏറ്റവും അവസാനത്തെ യാത്ര, ആ ഭൗതികദേഹം ഇനി നമ്മളോടൊപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, ഒരു ഭീകരവാദിക്കും നശിപ്പിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, ആ 26 പേരുടെയും ഓർമ്മകൾ ഈ നാട്ടിലുണ്ടാകും. അത് ഓരോ ഭാരതീയന്റെയും മനസ്സിലുണ്ടാകുമെന്ന് അടിയുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ യാത്രയയപ്പ് നടക്കുന്നത്, അവസാന യാത്രയയപ്പ് നടക്കുന്നത്. അവർ ആരും ചെയ്ത ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരെ എന്തിന് നിങ്ങൾ കൊലപ്പെടുത്തി എന്നുള്ള ചോദ്യം ഈ രാജ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഈ രാജ്യം മറുപടി പറയിപ്പിക്കും എന്ന് ഇന്ത്യയുടെ ഭരണകൂടം ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായാലും ആ മറുപടിക്ക് വേണ്ടി തന്നെയാണ് ഈ രാജ്യം കാത്തു നിൽക്കുന്നതും. ഏതായാലും രാമചന്ദ്രന് ഔദ്യോഗികമായി ഉള്ള വിട നൽകൽ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ചിതയിലേക്ക് തീ പകർന്നു കഴിഞ്ഞു. മകനും മകളും ചേർന്നാണ് ആ കർമ്മങ്ങൾ നിർവഹിച്ചത്. ഏറ്റവും അവസാനത്തെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ചിത, ഇപ്പോൾ ഈ കത്തി അമരുന്ന ഈ ചിതയ്ക്ക് മുൻപിൽ ചടങ്ങുകൾ അവസാനിക്കും. പിന്നീട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാത്രമാകും മറ്റുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിൽ അവശേഷിക്കുക. അപ്പോഴും ഈ നാട് ഓർത്തുവെക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരുപിടി ചോദ്യങ്ങൾ ഇനിയും ഉയരും. ഈ നാടിനെ ഒരു കാരണവശാലും ഒരു ഭീകരവാദിക്കും ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിനും ലക്ഷ്യം വെക്കാനാകില്ല. ഞങ്ങളെല്ലാവരും ഒന്നാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ നാട് ഒന്നിച്ചത്. അതിൻ്റെ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത് എന്ന കാര്യം നമ്മളെല്ലാവരും നേരിട്ട് കണ്ട കാഴ്ചയാണ്. ഏതായാലും ആ ഭീകരവാദികളെ കണ്ടെത്തും എന്ന് ഈ രാജ്യം ഉറപ്പിച്ചു പറയുമ്പോൾ അതിൽ നമ്മുടെ നാടിനുണ്ടായ നഷ്ടം, നമ്മുടെ പ്രദേശത്തുണ്ടായ ഒരു നഷ്ടമാണ് രാമചന്ദ്രൻ. അങ്ങനെ നഷ്ടപ്പെട്ട നിരപരാധികളായ നിരവധി പേരുടെ ജീവനുകൾക്കാണ് ഈ രാജ്യം വിട നൽകുന്നത്. ഏതായാലും ഇടപ്പള്ളിയിൽ രാമചന്ദ്രന്റെ വിടവാങ്ങൽ ചടങ്ങുകൾ, അതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് അവസാനമായിരിക്കുന്നു. ആ ഭൗതികദേഹം അഗ്നിനാളങ്ങളിലേക്ക് അമർന്നിരിക്കുന്നു. ഇനി ആ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതിന് മറ്റ് ചടങ്ങുകളൊന്നും ഇനി അവശേഷിക്കുന്നില്ല. ആ ദേഹം അഗ്നിയിലേക്ക് അമർന്നിരിക്കുന്നു. ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. കയ്യിലെ പവിത്രമോതിരം ആ ചിതയിലേക്ക് എറിഞ്ഞ് ആ ചടങ്ങുകൾ ഒക്കെ കുടുംബാംഗങ്ങൾ തന്നെ പര്യവസാനം കൽപ്പിച്ചിരിക്കുകയാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായിരിക്കും അവരെ നയിക്കുക. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ കണ്ണീരടക്കാൻ കഴിയാതെ ആ ശ്മശാനഭൂമിയിൽ നിന്ന് മടങ്ങുന്നത് നമ്മൾ കാണുകയാണ്. ഇത് ഒരു തരത്തിലും 26 പേർ, നമ്മൾ ഓർക്കണം, പഹൽഗാമിൽ നിരപരാധികളായ 26 പേരുടെ ജീവനാണ് രാജ്യത്തിന് നഷ്ടമായത്. ഒരു തെറ്റും ചെയ്യാത്ത കശ്മീർ എന്ന ആ നല്ല ഭൂമി കാണാൻ വേണ്ടി എത്തിയ 26 പേരുടെ ജീവൻ നമുക്ക് ബലി നൽകേണ്ടി വന്നു അവിടെ. ആ 26 പേരുടെയും ഓർമ്മകൾ നമ്മൾ ഒരിക്കലും മറക്കില്ല, പൊറുക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ആ രംഗങ്ങളിലൂടെയായിരുന്നു ഈ മണിക്കൂറുകൾ, കഴിഞ്ഞ 72 മണിക്കൂർ രാജ്യം കടന്നുപോയത്. അതുതന്നെയാണ് ഇതാ കൊച്ചിയിലും ഇടപ്പള്ളിയിലും നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയാലും ഒരു രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച, വീരമൃത്യു വരിച്ച ഒരു ധീര സൈനികൻ, ഒരു ധീര ജവാന് കൊടുക്കുന്ന എല്ലാ ബഹുമാനവും ആ 26 പേർക്കും ആ രാജ്യം നൽകിയിട്ടുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ വലിയ പോരാളികൾ തന്നെയാണ്. ഭീകരവാദത്തിനെതിരെ രാജ്യം നയിക്കുന്ന വലിയ യുദ്ധത്തിൽ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചവർ തന്നെയാണ് ആ 26 പേരും. അവരുടെ ഓർമ്മകളാണ് ഇനി നമ്മളെ നയിക്കുന്നത്, ഈ രാജ്യത്തെ നയിക്കുന്നത്. ഈ അവരുടെ രക്തസാക്ഷിത്വം വെറുതെയാകില്ല എന്ന് രാജ്യം ആവർത്തിച്ചു പറയുന്നുണ്ട്, സേനകൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതിനുള്ള മറുപടി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം.